ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 22:1. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 22-ാം സങ്കീർത്തനത്തിൽ കൈവിടപ്പെട്ട അഥവാ ഉപേക്ഷിക്കപ്പെട്ട ഒരു മർത്യൻ്റെ വിലാപമാണ് നാം കാണുന്നത്. അതിലുപരിയായി ഈ വചനത്തിൽ സ്വർഗത്തിലെ പിതാവായ ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനെ കൈവിട്ടതിൻ്റെ ഒരു ആഴമായ ചിന്തയും ഈ വചനത്തിലുണ്ട്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. കൈവിടപ്പെടുക, ഉപേക്ഷിക്കപ്പെടുക, ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉളവാക്കുന്നതാണ്. മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നത്, സഹോദരങ്ങൾ ഉപേക്ഷിക്കുന്നത്, ഭർത്താവ് ഉപേക്ഷിക്കുന്നത്, ഭാര്യ ഉപേക്ഷിക്കുന്നത്, മക്കൾ ഉപേക്ഷിക്കുന്നത്, സുഹൃത്തുക്കൾ ഉപേക്ഷിക്കുന്നത്, പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ചാർച്ചക്കാരും ഉപേക്ഷിക്കുന്നത്, ഇത് ഉപേക്ഷിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉളവാക്കുന്നതാണ്. ഇവിടെ ഒരു മനുഷ്യൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഈ 22-ാം സങ്കീർത്തനം എഴുതിയ ദാവീദിൻ്റെ അനുഭവം കൂടിയാണ് ഈ ഉപേക്ഷിക്കപ്പെടൽ. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവരാൽ പല പ്രാവശ്യം ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, കൈവിടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സങ്കീർത്തനത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന്. ദാവീദിനെ തൻ്റെ സഹോദരങ്ങളെല്ലാവരും കൈവിട്ട അനുഭവങ്ങളുണ്ട്. ദാവീദിനെ തൻ്റെ സ്വന്തം മക്കൾ പോലും ഉപേക്ഷിച്ച അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദാവീദ് എന്ന ആ ദൈവഭക്തനായ മനുഷ്യൻ്റെ ഉള്ളിലുള്ള വേദനയെ ഈ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തുകയാണ്. ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനായ ലോകരക്ഷകനെ കൈവിട്ടു. മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു ആ ഉപേക്ഷിക്കപ്പെടൽ. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് വസിച്ചിരുന്ന അവിടുത്തെ ഏകജാതനായ പുത്രനെ മാനവരാശിയുടെ രക്ഷയ്ക്കായി നൽകുകയായിരുന്നു. ലോകരക്ഷകനായ കർത്താവായ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന കൂടിയാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന്. ആ ചോദ്യത്തിന് പിതാവായ ദൈവം ഉത്തരം നൽകിയിരുന്നില്ല. കാരണം മുഴുപ്രപഞ്ചത്തിലെ സകല ജാതി ജനങ്ങളെയും പിതാവായ ദൈവം അവിടുത്തെ ഏകജാതനായ പുത്രനിലൂടെ വീണ്ടെടുക്കുവാൻ പദ്ധതിയിട്ടിരുന്നു. ആ വീണ്ടെടുപ്പ് സാധ്യമായി തീരുവാൻ പിതാവായ ദൈവത്തിന് അവിടുത്തെ ഏകജാതനായ പുത്രനെ, ലോകരക്ഷകനെ, യേശുക്രിസ്തുവിനെ കൈവിടേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ആരാലും ഉപേക്ഷിക്കപ്പെട്ടവരായി നിങ്ങൾ ഭാരപ്പെടുന്നുവോ? സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും. അവിടുത്തെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക. അവിടുന്ന് ഒരിക്കലും
നമ്മെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. ചേർത്ത് പിടിക്കുന്ന സർവശക്തനായ ദൈവം. ആമേൻ.